ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് നാൾ മുന്നേട്ട് ഒരു ഫാം-ഡി റിലേറ്റഡ് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഫാം-ഡി എന്താണ്, അതിൻ്റെ സ്കോപ്പും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നായിരുന്നു. അതായത് കുറേ ഡൗട്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് +2-ൽ എത്ര മാർക്ക് വേണം, എത്ര പെർസെൻറ്റേജ് സ്കോർ വേണം, പിന്നെ ഫീസും സ്ട്രക്ചറും, പിന്നെ ഏതൊക്കെ കോളേജസ് ആണ്, പിന്നെ B.Pharm പഠിച്ചവർക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു, കുറേ ഡൗട്ട്സ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടെ പ്രത്യേകിച്ച് അവർ ചോദിച്ച ആ ഡൗട്ട്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഒന്നും കൂടി ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. ഓൾറെഡി അന്ന് പറഞ്ഞതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഫാം-ഡി എന്ന് പറയുന്നത് ഡോക്ടർ ഇൻ ഫാർമസിയാണ്. അത് ഫാർമസി ഫീൽഡിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന ഒരു ഡിഗ്രിയാണ് ഫാർമസി. അതേപോലെ തന്നെ D.Pharm, B.Pharm, M.Pharm, ഫാം-ഡി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. D.Pharm 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഫാർമസി, B.Pharm ബാച്ചിലർ ഇൻ ഫാർമസി, M.Pharm മാസ്റ്റർ ഇൻ ഫാർമസി ആൻഡ് ഫാം-ഡി ഡോക്ടർ ഇൻ ഫാർമസി. പലർക്കും, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് മാറിപ്പോകും. പലരും വിചാരിച്ചിരിക്കുന്നത് D.Pharm-ഉം ഫാം-ഡി ഒന്നാണ്, പക്ഷേ ഡിപ്ലോമയും ഡോക്ടറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റേതൊരു വ്യത്യാസമുണ്ട്. ഇപ്പം എന്നോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഫാം-ഡി പറയുമ്പോൾ D.Pharm അല്ലേ, അല്ല ഫാം-ഡി രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രോ വരുന്നത്. പിന്നെ പ്രധാന ഒരു കാര്യം പറയാനുള്ളത്, ഫാം-ഡിയും B.Pharm-ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. ഫാം-ഡിയിൽ നമ്മൾ കൂടുതൽ ഒരു 80% നമ്മൾ ഡ്രഗ്സ്, അതായത് മരുന്നും ഡിസീസുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ B.Pharm എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിൻ്റെ ഫാർമസ്യൂട്ടിക്സ്, കെമിസ്ട്രി, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അങ്ങനെ ഒരു റിലേറ്റഡ് ആണ്. ഞാൻ B.Pharm അല്ലാത്തതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി B.Pharm-നെ പറ്റി പറയാൻ ആളല്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫാം-ഡിയിൽ നമ്മൾ കൂടുതൽ ക്ലിനിക്കൽ ബേസ്ഡ് ആണ്, അതായത് ഹോസ്പിറ്റൽ ബേസ്ഡ് ഡ്രഗ്സ്, ഫാർമക്കോളജി, മെക്കാനിസം ഓഫ് ആക്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ബേസ്ഡ് പേഷ്യൻ്റ് ആൻഡ് ഡിസീസ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫാം-ഡി. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾക്ക് ഫാം-ഡി എടുക്കാൻ വരുമ്പോൾ പേടിയോ, കാരണം B.Pharm പോലെ കെമിസ്ട്രി ഉണ്ടോ, അതേപോലെ തന്നെ കൂടുതൽ കെമിസ്ട്രീന് ഭയമുള്ളവർക്ക് പേടിച്ചിട്ടായിരിക്കും ഫാം-ഡി ചിലവരും. എനിക്കറിയുന്ന കുറേ പേരെന്നെ ഈ കെമിസ്ട്രി പേടിച്ചിട്ട് ഫാം-ഡി അവോയ്ഡ് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടി പറയണതാണ്, നിങ്ങൾ കെമിസ്ട്രി പേടിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. കാരണം ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഫാം-ഡി എടുക്കാൻ മെയിൻ കാരണം തന്നെ എനിക്ക് മാത്സും ഫിസിക്സിനോടും കെമിസ്ട്രിയോടും വലിയ താല്പര്യമില്ല, എനിക്ക് സയൻസ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രീം തന്നെ ഞാൻ ചൂസ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ. പിന്നെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നില്ല എന്നല്ല, ഒരു 1 ഇയർ ഒറ്റ സബ്ജക്റ്റായിട്ട് നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി പഠിക്കുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും. പക്ഷേ അതൊന്നും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നല്ല, നമുക്ക് ഒന്ന് കഷ്ടപ്പെട്ടാൽ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയാം. അതായത് ആർക്കൊക്കെ ഫാം-ഡി എടുക്കാം, എപ്പോഴൊക്കെ എടുക്കാം. ആദ്യം തന്നെ ഞാനൊക്കെ +2 കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഫാം-ഡി എടുക്കുക ചെയ്യണത്. കാരണം അതൊരു 6 ഇയർ കോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ മുന്നേ വേറൊരു ഡിഗ്രി, നമ്മൾ PGക്ക് മുന്നേ ഡിഗ്രി പോലെ അങ്ങനെയൊന്നുമില്ല, ഒറ്റൊരു കോഴ്സുള്ളൂ, അത് ഫാം-ഡി ആണ്. +2-ൽ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് ചൂസ് ചെയ്യുക ഫാം-ഡിക്കാർക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു 80% മാർക്ക് തൊട്ട് നമുക്ക് ഫാം-ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ഞാൻ 2014 ബാച്ചായിരുന്നു, ഞങ്ങളുടെ കോളേജിൽ തന്നെ 2nd ബാച്ചും കൂടിയായിരുന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ മെറിറ്റ് സീറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ പേഴ്സൻറ്റേജും വെച്ചിട്ട് പിന്നെ നമ്മൾ കോളേജസുകാർ പറയുന്ന ഡൊണേഷനും കൊടുത്താൽ നമുക്ക് അവിടെ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഒരു മിനിമം ഒരു 80% സയൻസ് സ്ട്രീമിൽ വേണം എന്നാണ് പൊതുവെ ഫാം-ഡിക്ക് എല്ലാ കോളേജസും പറയാം. പിന്നീട് അങ്ങോട്ട്, അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ചില യൂണിവേഴ്സിറ്റീസ്, അതായത് ചില കോളേജസ് വരെ, അതായത് യൂണിവേഴ്സിറ്റീസ് ആയാലും കുറച്ച് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഓൾ കേരള ബേസ് എന്നല്ല, കോളേജസുകാർ നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് അത്. പക്ഷേ എല്ലാ കോളേജസിലും ഉണ്ടെന്നല്ല ഞാൻ പറയണത്, ചില കോളേജസിൽ. ഞാൻ പഠിച്ചത് നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയാണ്. അത് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലാണ്. ആ സമയത്ത് അവിടെ എൻട്രൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മാർക്കും വെച്ചിട്ട് പിന്നെ അവർ പറയുന്ന ഡൊണേഷനും കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചിറങ്ങി, ഞാൻ 2020 പാസ് ഔട്ടായി, ഇപ്പം 24. അപ്പോൾ കുറച്ച് ഓരോ വർഷം തോറും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ സർക്കിളിനോടൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ചില കോളേജസ് മാത്രമാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്.
പക്ഷേ അത് എല്ലാ കോളേജസിലും ഇല്ല. അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എൻട്രൻസ് എക്സാം വെക്കുന്നുണ്ടാണ് ഞാൻ കേട്ടത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ കുട്ടി വഴി അറിഞ്ഞത് വെച്ചാൽ അമൃതക്കാർ എൻട്രൻസ് എക്സാം വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റിൽ എൻ്റെ മുന്നത്തെ വീഡിയോയുടെ കമൻറ്റിൽ കുറേ പേര് ചോദിച്ച ഒരു കമൻ്റായിരുന്നു എലിജിബിൾ, എത്ര പെർസെൻറ്റേജ് വേണം, ആർക്കൊക്കെ കയറാം എന്നൊക്കെ. അതേപോലെ എൻട്രൻസ് എക്സാമിനെ പ്രത്യേകം ചോദിച്ചായിരുന്നു അതിനെപ്പറ്റി. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫാംഡി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് കോളേജസ് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ മെയിൻ കുറച്ച് കോളേജസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ, കർണാടക ആണെങ്കിൽ അവിടുത്തെ കോളേജസ് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ടാവും, ഒരു 5 കോളേജസ് സെലക്ട് ചെയ്യുക. ആ കോളേജസിനോട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇപ്പം പഠിക്കുന്ന കുട്ടികളോട് അപ്രോച്ച് ചെയ്യുക. ലൈക്ക് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, എൻട്രൻസ് എക്സാം ഉണ്ടോ അതോ ഡയറക്റ്റ് നമുക്ക് എൻട്രി ആണോ. പിന്നെ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു, ഒരു 80% തൊട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഫാംഡിക്ക്. പിന്നുള്ള കാര്യം ഈ എൻട്രൻസ് എക്സാമിൻ്റെ അത് ഓരോ കോളേജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്രത്തോളം എക്സ്പെൻസ് ആണ് നമുക്ക് നോക്കാം. പൊതുവെ ഫാംഡി മറ്റുള്ള, അതായത് MBBS അല്ല, മറ്റുള്ള ഒരു ഡിഗ്രി കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫാംഡി അത്യാവശ്യം എക്സ്പെൻസീവാണ്. നമുക്ക് പെർ ഇയർ എനിക്ക് 2 lakh ആയിരുന്നു ഫീസ് വന്നത്. അങ്ങനെ 6 വർഷത്തേക്കായിരുന്നു ഫീസ് 2 lakh. ഇത് ഡൊണേഷൻ കൂടാണ്ട് കേട്ടോ. ഡൊണേഷൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കോളേജസുകാരുടെ തീരുമാനമാണ് എത്ര ഡൊണേഷൻ വാങ്ങാന്ന്. അത് എന്തായാലും ഞാൻ ഉറപ്പ് പറയും, അതിൽ ഒരു മിനിമം 1 lakh തൊട്ടായിരിക്കും ഡൊണേഷൻ വരുന്നത്. അപ്പോൾ അത് ഓരോ കോളേജിനെ പോലെ ഇരിക്കും, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫീസ് കേരളത്തിൽ എൻ്റെ അറിവിൽ, അതായത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 2 lakh ആയിരുന്നു. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചിട്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ബാംഗ്ലൂർ, തമിഴ്നാടൊക്കെ ആണെങ്കിൽ ഈ ഫീസിൽ കുറച്ച് കുറവുണ്ടാവും. അതായത് ഇപ്പം നമുക്ക് നാട്ടിൽ 2 lakh ആണെങ്കിൽ മേ ബി അതൊരു എത്ര പെർസെൻറ്റേജ് കുറവുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പഠിക്കുന്ന അതേ സമയത്ത് എൻ്റെ ബാച്ച് മേറ്റ്സ് കുറച്ച് പേര് ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു അറിവാണ്, ആ ബാംഗ്ലൂരൊക്കെ ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ +2 കഴിഞ്ഞവർക്ക്, ഞാൻ പറഞ്ഞു +2 സയൻസ് കഴിഞ്ഞവർക്ക് ഫാംഡിക്ക് അപ്ലൈ ചെയ്യാം. വേറൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ DPharm കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BPharm കഴിഞ്ഞവർക്ക്, അതായത് പോസ്റ്റ് ബാക്കലറേറ്റ് PB എന്നൊരു ഓപ്ഷനാണ് BPharm കഴിഞ്ഞവർക്ക്. BPharm 4 വർഷം പഠിച്ചു കഴിഞ്ഞവർക്ക് ഫാംഡിയുടെ 4th ഇയറിൽ കയറാം നമുക്ക്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഓൾറെഡി അവരൊരു 4 വർഷം BPharm പഠിച്ചു, പ്ലസ് ഫാംഡിയുടെ 4th ഇയർ, 5th ഇയർ, 6th ഇയർ. അപ്പോൾ 6 വർഷത്തിന് പകരം അവർക്ക് എക്സ്ട്രാ കുറച്ച് വർഷം കൂടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അങ്ങനെ കയറുന്നവരും ഉണ്ട്. ഇപ്പോൾ BPharm പഠിച്ചു കഴിഞ്ഞവർക്ക് ഫാംഡി എടുക്കാൻ താല്പര്യമുണ്ട് എന്ന ആഗ്രഹമുള്ളവർക്ക് ഫസ്റ്റ് തൊട്ട് ഫാംഡിക്ക് പോകേണ്ട കാര്യമില്ല, അവരുടെ 4th ഇയറിൽ കയറാവുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം സിലബസിനെ പറ്റിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BPharmൻ്റെ ഒരു സിമിലാരിറ്റിയും ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ 80% ഡിഫറെൻ്റ് ആണ് ഫാംഡി എന്ന് പറയുന്നത്. നമ്മൾ ഫാംഡിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാർമക്കോളജി, ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്, അതേപോലെ ഫാർമസ്യൂട്ടിക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫാർമക്കോളജിയും ഫാർമക്കോ തെറാപ്യൂട്ടിക്സും ആണ് മെയിനായിട്ട്. ഈ 2 നമ്മൾ കൂടുതൽ ഡ്രഗ്സിനെ പറ്റി പഠിക്കുന്നത്. ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻസ്, ആ മെഡിസിനെ തൊട്ട് A to Z വരെ കാര്യങ്ങൾ നമ്മൾ തെറാപ്യൂട്ടിക്സിലും കോളേജിലും പഠിക്കുന്നുണ്ട്. ഫാർമക്കോളജി പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ, ആ ഒരു മെഡിസിൻ എങ്ങനെ അത് ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ടിവിറ്റി, മെക്കാനിസം ഓഫ് ആക്ഷനാണ് നമ്മളതിൽ പഠിക്കുന്നത്. അതേപോലെ തെറാപ്യൂട്ടിക്സിലാണെങ്കിൽ നമ്മൾ അത് കൂടുതൽ ക്ലിനിക്കൽ ബേസ് ആയിട്ട് ഏതൊക്കെ ഡിസീസിന് ഏതൊക്കെ കാറ്റഗറി മെഡിസിൻസ്, അത് എന്തുകൊണ്ട്, അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് തെറാപ്യൂട്ടിക്സ് പഠിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, മെഡിസിൻ കെമിസ്ട്രി, മാത്സ് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ. പക്ഷേ മാത്സ് ഒന്നും യൂണിവേഴ്സിറ്റി എക്സാമിനില്ല, ജസ്റ്റ് ഇന്റേണൽ എക്സാം മാത്രമേ ഉള്ളൂ, അപ്പോൾ 1 year ഉള്ളൂ. ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഫാർമക്കോ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണത് ഈ ഫാർമക്കോളജി, ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് ആണ്. പിന്നെ നമുക്കൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് ഒരു 5th ഇയറിൽ. അതേപോലെ 6th ഇയർ നമുക്ക് കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. അതൊരു ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും. മിക്ക കോളേജസുകാർക്കും ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ കോളേജസുകാർ പെർമിഷൻ തരാണെങ്കിൽ നമുക്ക് വേറെ കോളേജസിൽ അപ്രോച്ച് ചെയ്യാം. നമുക്ക് അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് നോക്കാം. എല്ലാവർക്കും അറിയണ പോലെ നമുക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് മെയിനായിട്ട് ടൈറ്റിൽ വരുന്നത് ഫാംഡിക്കാരുടെ. പക്ഷേ ഒരു 90% ആൾക്കാരും ഹോസ്പിറ്റൽ ഫീൽഡ് പോകുന്നില്ല. അത് പല റീസൺസ് ഉണ്ടാവാം. മേ ബി കരിയർ ഗ്രോത്തിൻ്റെ ആയിരിക്കാം, സാലറിയുടെ പ്രശ്നമായിരിക്കാം.
ബാക്കി ഒരു 20% ആൾക്കാർ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ പോകുന്നത്, അതായത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടുള്ളത്. ബാക്കി 80% ആൾക്കാരും പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ഇരിക്കാം. ഫീൽഡ് എടുക്കാം. ഞാൻ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടതാണ്, ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് കിട്ടാൻ നമ്മൾ ഏത് ജോബാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഒറ്റ ഉത്തരവുള്ളൂ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ആ ഒരു ജോബിന് മാത്രമാണ് നമുക്ക് ആ ഡോക്ടറേറ്റ് കിട്ടത്തുള്ളൂ, ഏത് ഫാമിലി കഴിഞ്ഞവർക്ക്. ഇപ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമുക്ക് ഡോക്ടർ അനുഷ അങ്ങനെ നമുക്ക് പ്രിഫിക്സ് യൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് കറക്റ്റ് നമുക്കൊരു CP ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഫാർമസിയിലല്ല ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. അത് ഡോക്ടറേറ്റ് ഒരു കീപ്പ് ചെയ്യണം, അത് ലൈഫ് ലോങ് ആ പ്രൊഫഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ആ ഫീൽഡ് പോകുമായിരിക്കും നല്ലത്. കാരണം പ്രൈവറ്റ് സെക്ടറിൽ, അതായത് ഫാർമക്കോ വിജിലൻസ്, ക്ലിനിക്കൽ റിസർച്ച്, മെഡിക്കൽ റൈറ്റിംഗ്, അങ്ങനെ കുറേ ഇഷ്ടം പോലെ ഫീൽഡ് ഉണ്ട്. അതൊരു മരുഭൂമി പോലെയാണ്. എവിടെ നോക്കിയാലും ഫീൽഡ് ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡോക്ടറേറ്റും കൂടെ വേണമെന്ന് പറയാൻ വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ പേര് മാത്രമാണ്, അവിടെ ഡോക്ടറല്ല, ജസ്റ്റ് അനുഷ സണ്ണി, അത്രയേ ഉള്ളൂ അവിടെ. അപ്പം അതൊരു റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കണം. പിന്നൊരു കാര്യം, നമ്മൾ പഠിച്ചു കഴിഞ്ഞിറങ്ങി നമ്മൾ ജോബ് നോക്കുമ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കാം ഞാൻ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത്. വൺസ് നമ്മൾ ആ ഫീൽഡിലേക്ക് പോയാൽ നമുക്കൊരു കരിയർ ഗ്രോത്ത് പറയുന്നത് ആ ഫീൽഡ് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഒരു 6 months കഴിഞ്ഞോ അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് ആ ആൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട്, മേ ബി കരിയർ ഗ്രോത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ കൊണ്ടാവാം, സാലറിൻ്റെ പ്രശ്നമാവാം, എന്തെങ്കിലും കാരണം കൊണ്ട് ഫാർമക്കോ വിജിലൻസിലേക്ക് മാറേണ്ടി വന്നാൽ ആ ഫാർമക്കോ വിജിലൻസിൽ അയാൾ ഫ്രഷർ ആയിരിക്കുള്ളൂ. കാരണം ഈ 1 year CP പോസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് അവിടെ വാലിഡ് അല്ല. സെയിം തന്നെ നമ്മളിപ്പോൾ ഫാർമക്കോ വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് റിസർച്ചിക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ പിന്നെയും ഫ്രഷർ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഫീൽഡിലോട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുക. കാരണം ഇഷ്ടംപോലെ ഫീൽഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനെ അപ്രോച്ച് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്യാം. കാരണം റെഫറൻസിന് വേണ്ടിയിട്ട് അതിനെപ്പറ്റി റെഫറൻസും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് ഫ്രഷേഴ്സിന് ജോലി കിട്ടുക, ഞാൻ ഏത് സ്റ്റെപ്പാണ് ഉപയോഗിച്ചത് എന്നൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഫാംഡിക്ക് എങ്ങനെ എലിജിബിൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻ്റെ യൂട്യൂബിൽ വീഡിയോയ്ക്ക് വന്ന കമൻസിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജോബിൻ്റെയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സ്കോപ്പൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വന്ന കമൻ്റ് ആയിരുന്നു, കേരളത്തിലെ ഏറ്റവും നല്ല കോളേജസ് ഏതൊക്കെയാണ് ഫാംഡി പഠിക്കാനെന്ന്. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, ഞാൻ ആകെ പഠിച്ചേക്കുന്നത് ഒരു കോളേജിലാണ്, അത് നെഹ്റു കോളേജിലാണ്. എനിക്കല്ലാണ്ട് എനിക്ക് പഠിച്ചാലല്ലേ ആ കോളേജിനെ പറ്റി അറിയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ നോക്കിയിട്ട് കോളേജസിന് ലൊക്കേഷൻ ഇവിടെയാണ്, ഇവർ ഫാംഡി എടുക്കുന്നുണ്ട് അങ്ങനെ പറയാൻ അതിപ്പോൾ ആർക്കായാലും പറ്റുമല്ലോ. ഞാൻ പഠിക്കാത്ത ഒരു കോളേജിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല നിങ്ങളോട്. വേണമെങ്കിൽ എനിക്ക് ഗൂഗിളിലൊക്കെ നോക്കിയെടുക്കാം. പക്ഷേ ഞാൻ പഠിച്ച നെഹ്റു കോളേജ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കോളേജിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ അതുമാത്രമല്ല, ഇഷ്ടം പോലെ കോളേജസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഫാംഡി കോളേജസ് ലിസ്റ്റ് ഇൻ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഇഷ്ടംപോലെ പേര് ഫാംഡി പഠിച്ചിറങ്ങണമുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവരുടെ കോളേജസ് എങ്ങനെയാണ് അവർ പറഞ്ഞു തരും. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചവർക്ക്. പിന്നെ ഞാൻ നെഹ്റു എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ട്രാവൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ നെഹ്റു എടുക്കാൻ കാരണം. എനിക്ക് അകലെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഔട്ട് ഓഫ് സ്റ്റേറ്റ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നെഹ്റു എടുക്കാൻ കാരണം. അങ്ങനെ പലർക്കും പല കാരണങ്ങളായിരിക്കാം. പിന്നെ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ടഫാണോ? കാരണം നമുക്ക് സെം എക്സാം അല്ല, നമുക്ക് ഇയർ എക്സാം ആണ് ഫാമിലിക്ക്. ആ ഒരു 1 year നമ്മൾ മൊത്തം പഠിക്കണം. എല്ലാം ഇരുന്ന് ഒറ്റയടിക്ക് ഇത് പഠിച്ച എക്സാം എഴുതി പാസ്സാവണം. കാരണം നമുക്കൊരു ബിടെക് പോലെ നമുക്ക് സപ്ലി വന്നാലും നമ്മൾ അവർ കയറ്റി വിടത്തില്ല. നമ്മൾ സപ്ലി വന്നാൽ നമ്മൾ വൺസ് അത് സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാണ്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ പോകാൻ പറ്റില്ല. നമുക്ക് ബിടെക് അങ്ങനെയല്ല, 4th year നമുക്ക് എഴുതിയെടുക്കാം. നമുക്ക് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയെടുക്കാം. പക്ഷേ ഫാംഡിക്ക് അങ്ങനെ പറ്റില്ല. ഇയർ എക്സാം ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് നമ്മൾ എല്ലാം അപ്പം ക്ലിയർ ചെയ്യണം. പക്ഷെ ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടോ കാര്യങ്ങളൊന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് ഒന്നിരുന്ന് പഠിച്ചാൽ കിട്ടാവുന്നതുള്ളൂ ഫാംഡി. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സബ്ജക്ട്സ് ഒക്കെ. കാരണം ഒരു പ്രത്യേക ഫീൽഡാണത്. കാരണം മെഡിസിൻ, അതിൻ്റെ കാര്യങ്ങൾ നമ്മളങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഫീൽഡാകുമ്പോൾ നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി വരും നമുക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കെമിസ്ട്രിയോ മാത്സോ ഫിസിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല താനും.
പിന്നെ ഞാൻ കമന്റിൽ കുറച്ച് മറ്റുള്ളവർക്ക് ഡീമോട്ടിവേഷൻ ആയിട്ട് കുറച്ച് പേര് കമന്റ് ഇട്ടായിരുന്നു. ഇത്രയും ലക്ഷം മുടക്കി പഠിച്ചിട്ട് 20,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യണോ, വേസ്റ്റ് ആണ്, ജോബൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ പറഞ്ഞവരൊക്കെ ഫാമിലി എടുത്തവരാണോന്ന് എനിക്കറിയില്ല. ഞാൻ ഫാമിലി എടുത്തിട്ട് എൻ്റെ പ്രൊഫഷൻ വെച്ച് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ പല ഫീൽഡിൽ എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് അറിയാം. പഠിച്ചതൊന്നായിരിക്കാം, ജോലി ചെയ്യുന്നത് വേറൊന്നായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നിട്ടില്ല. കാരണം ഫാമിലി പഠിച്ചിട്ട് ഞാനിപ്പോൾ 2020 ഒക്ടോബറിൽ പാസ് ഔട്ടായി. 2020 നവംബറിൽ ഞാൻ ജോലിക്ക് കയറി. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കമ്പനിയാണ്. ഓൾമോസ്റ്റ് ഒരു 4 years ആയിട്ട് ഞാൻ 2024 ആയല്ലോ. ഞാൻ 4 വർഷമായി ഇപ്പം എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്. എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടാതെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ബാച്ച്മേറ്റ്സിനായാലും എല്ലാവർക്കും ജോലിയുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഫാമിലിക്കാർക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ശരിയാണ്. കാരണം ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെ ഒരു പോസ്റ്റല്ലേ ഉള്ളൂ അതേപോലെ. പക്ഷേ കൂടുതൽ ആൾക്കാർ ഹോസ്പിറ്റൽ ഫീൽഡ് എടുക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടം പോലെ ഇപ്പോഴത്തെ സൈഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫാർമക്കോ വിജിലൻസ് ഉണ്ട്, ക്ലിനിക്കൽ റിസർച്ച് ഉണ്ട്, ബയോമെഡിക്കൽ റൈറ്റിംഗ് ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫീൽഡാണ്. അങ്ങനെ ജോലിക്ക് ക്ഷാമം ഞാൻ ഉറപ്പ് പറയുന്നു, ജോലിക്ക് ക്ഷാമവുമില്ല. ഫ്രഷേഴ്സിന് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊക്കെ ഇഷ്ടം IQV ഒക്കെ ഫ്രഷേഴ്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു CRO ആണ്. അതേപോലെ നമ്മുടെ സീനിയേഴ്സ് ഇഷ്ടംപോലെ പാസ് ഔട്ടായി ഇറങ്ങുന്നുണ്ട് ഓരോ വർഷം. അപ്പോൾ അവർ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ജോലി കിട്ടില്ല എന്ന് വിഷമം അതിൻ്റെ ആവശ്യമില്ല. ജോലി എന്തായാലും കിട്ടും. പിന്നെ എനിക്കറിയില്ല ഏത് ജോലിക്കാണ് സ്റ്റാർട്ടിങ് 1 lakh ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുകയെന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 20 അല്ലെങ്കിൽ 25 സ്റ്റാർട്ടിങ് ഒക്കെ എന്തായാലും കിട്ടുന്ന കമ്പനീസ് ഉണ്ട്. എനിക്കൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ കാരണം എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മറ്റുള്ളവരുടെ ചോദിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അതിലെനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 20 ഒക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ ഫ്രഷേഴ്സും കൂടിയാണ്. ഫ്രഷേഴ്സിന് ഏത് കമ്പനി എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയാലും വേണ്ടേ. അപ്പോൾ ഫ്രഷേഴ്സിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ അത് മിസ്സാക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ കണ്ട ഒരു ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ആയിരുന്നു. ഞാൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യണേ, എവിടെയാണ് വർക്ക് ചെയ്യണേ എന്നൊക്കെ. അപ്പോൾ മുന്നത്തെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഹൈദരാബാദ് ഗ്ലോബൽ ഡാറ്റ റിസർച്ച് സെൻ്റർ എന്നൊരു കമ്പനിയിൽ സീനിയർ റിസർച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വേറെ കമ്പനിക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാനൊരു US ബേസ്ഡ് കമ്പനിയായ നോസ്റ്റെല പറഞ്ഞിട്ടൊരു കമ്പനിയിലെ അനലിസ്റ്റ് ആയിട്ടാണ്, അതിൽ മെഡിക്കലിലെ അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് റിസർച്ച് ഏരിയയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറയാലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5th ഇയറിലാണ് തോന്നുന്നു, ക്ലിനിക്കൽ റിസർച്ച് പറഞ്ഞ് നമുക്കൊരു സബ്ജക്റ്റ് ഒരു 1 year പഠിക്കാനുണ്ട്. ഒറ്റ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത്രത്തോളം വെറുത്തൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല ഫാമിലി മൊത്തത്തിൽ. കാരണം ഭയങ്കര ഡ്രൈ ആണ് ഈ റിസർച്ച് ഏരിയ പറയുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്ലാനാന്ന് തോന്നുന്നു. പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ജോലി കിട്ടിയതും റിസർച്ച് ഏരിയയിലേക്കാണ് ചൂസ് ചെയ്തതും. പക്ഷേ എനിക്കിഷ്ടമാണ് ഇപ്പോൾ റിസർച്ച് ഏരിയ. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ജോബായാലും അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ ഒരു ബെനിഫിറ്റാണ് വർക്ക് ഫ്രം ഹോം. നമുക്ക് CP പോസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയ 2 കമ്പനിയിലും വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. അതായത് പാസ് ഔട്ട് ആയപ്പോൾ തൊട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഇപ്പോഴും അതെ. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഫാമിലി എടുത്തതിൽ ഇതുവരെ കുറ്റബോധമോ അങ്ങനെ ഗിൽറ്റി ഒന്നും വന്നിട്ടില്ല. പിന്നെ എക്സ്പെൻസസ് അത് എന്തായാലും ഉണ്ട്. നമ്മളത് അറിഞ്ഞിട്ടാണ് അത് എടുത്തേക്കണത്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചിലവാക്കി. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യാൻ, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്കതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ എനിക്കൊരു പ്രശ്നമായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈസും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണൽ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇതേപോലെ പുതിയ വരെ ടോപ്പിക് ആണെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ഇടാം. അപ്പോൾ ഒന്നും കൂടെ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, എൻട്രൻസ് എക്സാം ഉണ്ടോ? അപ്പോൾ പറഞ്ഞല്ലോ, എൻട്രൻസ് എക്സാം ഇല്ല അങ്ങനെ. പിന്നെ ആ ഒരു കോളേജസുകാർ നടത്തുന്ന എക്സാംസുകൾ അതറിയണമെങ്കിൽ കോളേജസിൽ തന്നെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്ക് അവരുടെ HR വിളിക്കാം, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് ചെല്ലാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. പിന്നെ എല്ലാ കോളേജസും ഇല്ല, ചില കോളേജസ്.
പിന്നെ ചിലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത്യാവശ്യം എക്സ്പെൻസസ് ആണ്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഫാമിലേക്ക് ഇറങ്ങി തിരിക്കാൻ. കാരണം ഫീസിൻ്റെ കാര്യത്തിൽ അറിയാലോ, നമ്മൾ പൊതുവേ കോളേജസുകാരൊന്നും അങ്ങനെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യത്തില്ല. കറക്റ്റ് ഫീസ് അടയ്ക്കണം. നമുക്ക് എക്സാം ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് ഇയർ എക്സാം അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഫീസ് സ്ട്രക്ചറും എക്സ്പെൻസസ് ഒക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇതിനിറങ്ങി തിരിക്കാൻ. പിന്നെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, അതിനൊക്കെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മളത് ഓക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ +2 സയൻസ് ആയിരിക്കണം. ഒരു 80% ഒക്കെ എബോ ഉള്ള കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കിട്ടും. പിന്നെ 30 സീറ്റും ഉള്ളൂ. അതായത് ഒരു ഫാം ഡിക്ക് കോളേജസിൽ 30 സീറ്റും ഉള്ളൂ. 30 കഴിഞ്ഞാൽ 30ാമത്തെ ആൾ അവിടെ റിജക്റ്റഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പോയി ബുക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാത്തിനും ഓക്കെ ആണെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മറ്റുള്ളവർ അവരുടെ ഡീമോട്ടിവേഷൻ കേട്ടിട്ട് അങ്ങനെ നിങ്ങൾ ഡെസ്പ് ആവണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. പിന്നെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ജോലി കിട്ടാനുള്ള സ്ട്രഗിളും ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. കാരണം ആരും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ അപ്പം തന്നെ നല്ലൊരു ജോബ് നമുക്ക് ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ക്യാമ്പസ് സെലക്ഷനൊക്കെ ഫാമിലിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസ് സെലക്ഷൻ ഒന്നും ഇല്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ കുറേ വിളിച്ച് ഒരു 100 HR-ലോട്ട് നമ്മുടെ മെയിൽ റെസ്യൂമൊക്കെ അയച്ചാലാണ് കിട്ടുകയുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈവൻ എൻ്റെ കോളേജസിലായാലും ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഹെൽപ്പായിരിക്കും അത്. നമുക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊരു റിലാക്സേഷൻ ആയിരിക്കും അത്. അപ്പം അതിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ പലരും പറയുണ്ടാവും, ഇഷ്ടംപോലെ കുത്തുവാക്ക് കേൾക്കാം, നെഗറ്റീവ് കേൾക്കാം. പക്ഷെ അതൊന്നും കേൾക്കേണ്ട നിങ്ങളല്ല. നിങ്ങളൊരു തീരുമാനം, നിങ്ങൾക്ക് ഇതാവണമെങ്കിൽ നിങ്ങളിതായിരിക്കണം, നിങ്ങൾ വേണം അത് ചെയ്യാൻ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം ഡൗട്ടൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നുപോയേക്കാട്ടെ. എനിക്കിപ്പോൾ പണ്ടത്തെ അത്ര മെമ്മറി ഒന്നുമില്ല, ഞാൻ എവിടെ എഴുതി വെച്ചിട്ടില്ല. ജസ്റ്റ് ആ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ ഈ വർക്ക് ചെയ്യണമുണ്ട്, അതിൻ്റെ ഇടയിൽ വേണം ഇതൊക്കെ വായിച്ചിട്ട് ഓർത്ത് വെക്കും എന്തൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. കാരണം അമൃതയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഡീറ്റെയിൽസ് അറിഞ്ഞത്. അങ്ങനെ ഇപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ, ഹാപ്പി ഡേ.